രാഷ്ട്രീയ അക്രമങ്ങൾക്ക് പേരുകേട്ട കണ്ണൂരിൽ 2024 വർഷവും ബോംബ് സ്ഫോടന കേസുകൾ കുറഞ്ഞിട്ടില്ല. സമാധാന അന്തരീക്ഷം നിലനിൽക്കുമ്പോഴും ഒളിപ്പിച്ചു വെച്ച ബോംബുകൾ പൊട്ടിത്തെറിച്ച് നിരപരാധിയായ വയോധികൻ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. പാനൂർ മുളിയത്തോട്ടിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചത്. CPM ബന്ധമുള്ള 11 പേർ പ്രതികളാവുകയും ചെയ്തു. എരഞ്ഞോളിയിൽ തേങ്ങ പെറുക്കുന്നതിനിടെ ബോംബ് പൊട്ടിത്തെറിച്ച് 90-കാരനാണ് കൊല്ലപ്പെട്ടത്. പ്രതികളില്ലാതെ തെളിവില്ലാതെ മാഞ്ഞു പോകുന്ന ബോംബ് കേസുകളിൽ ഒന്നായി എരഞ്ഞോളി സ്ഫോടനവും മാറിയിരിക്കുകയാണ്. 90-കാരനായ വേലായുധൻ തൊട്ടടുത്തുള്ള ആളില്ലാത്ത വീട്ടിലെ പറമ്പിൽ ഉച്ചയ്ക്ക് തേങ്ങ പെറുക്കാൻ പോയപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. ഉച്ചയ്ക്ക് വൻ പൊട്ടിത്തെറിയുടെ ശബ്ദമാണ് നാട്ടുകാർ കേട്ടത്. തൊട്ടടുത്ത് എരഞ്ഞോളി പഞ്ചായത്ത് ഓഫീസിൽ ഉണ്ടായിരുന്നവർ പാഞ്ഞെത്തിയപ്പോൾ കണ്ടത് വീടിന്റെ മുൻവശത്തെ തിണ്ണയിൽ ചോരയിൽ കുളിച്ചു നിൽക്കുന്ന വേലായുധനെയാണ്. ഉടനെ തന്നെ തലശ്ശേരിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പക്ഷെ എത്ര അന്വേഷണം നടത്തിയിട്ടും ബോംബ് എവിടെ നിന്ന് വന്നു എന്നതിന് ഉത്തരം പോലീസിന് ലഭിച്ചിട്ടില്ല. പിന്നിൽ ആരെന്നും കണ്ടെത്തിയിട്ടില്ല. 25 വർഷത്തിനിടെ സമാനമായ 20-ലേറെ സ്ഫോടനങ്ങളാണ് കണ്ണൂരിൽ ഉണ്ടായത്. കുട്ടികൾക്കുൾപ്പെടെ കണ്ണും കൈയും നഷ്ടമായ കേസുകൾ പോലുമുണ്ട്. ഒരെണ്ണത്തിൽ പോലും ബോംബ് ഉണ്ടാക്കിയവരെയോ ഒളിപ്പിച്ചവരെയോ കണ്ടെത്താനായില്ല. പ്രതികളില്ലാത്ത കേസുകൾ എവിടെയും എത്തിയതുമില്ല. ജില്ലയുടെ ബോംബ് രാഷ്ട്രീയത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. എതിരാളികളെ നിർവീര്യമാക്കാൻ മാത്രമല്ല നിശബ്ദരാക്കാനും ബോംബാണ് പ്രധാന ആയുധം. തെരഞ്ഞെടുപ്പ് കാലം ബോംബ് തൊഴിലാളികളുടെ കാലമാണ്. എതിരാളികളെ മാത്രമല്ല സാധാരണ വോട്ടർമാരെയും ഭയപ്പെടുത്താൻ എതിരാളികളുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാക്കും. സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ അറിവുള്ളവരല്ല ഈ നാടൻ ബോംബുകൾ ഉണ്ടാക്കുന്നത്. പലപ്പോഴും തീർത്തും അശ്രദ്ധമായാണ് ബോംബ് നിർമ്മാണം നടക്കുന്നത്. 1999-ൽ യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് KT ജയകൃഷ്ണൻ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് CPM-ഉം BJP-യും ശക്തി കേന്ദ്രങ്ങളിൽ ബോംബ് നിർമ്മാണം വ്യാപകമാക്കിയത്. ഒരേ സമയം 125 നാടൻ ബോംബുകൾ വരെ പിടികൂടിയിട്ടുമുണ്ട്. ബോംബുണ്ടാക്കാൻ നിർദ്ദേശിച്ചവരിലേക്കോ സ്ഫോടക വസ്തുക്കൾ നൽകിയവരിലേക്കോ അന്വേഷണം എത്താറുമില്ല. മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ പെടാതിരിക്കാൻ ഒഴിഞ്ഞ പ്രദേശങ്ങളിലോ കെട്ടിടങ്ങളിലോ ആണ് രാഷ്ട്രീയ ക്രിമിനലുകൾ നിർമ്മിക്കുന്ന ബോംബുകൾ ഒളിപ്പിച്ചു വെക്കുന്നത്. പോലീസ് റെയ്ഡിന് വരുമ്പോൾ ബോംബ് ശേഖരം എവിടെയെങ്കിലും ഉപേക്ഷിച്ച് രക്ഷപ്പെടാറുമുണ്ട്. ഇത്തരം ബോംബുകളാണ് നിരവധി നിരപരാധികളുടെ ജീവൻ എടുക്കുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ വ്യാപക പരിശോധന നടന്നിരുന്നു. പോലീസിന്റെയും CRPF-ന്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന. എന്നാൽ ഇപ്പോഴും ബോംബുകൾ അവശേഷിക്കുന്നു എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവങ്ങൾ.